ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവേർഡ് ബൈ കൗളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാഗതം ചെയ്യാം അനുകരണ കലയുടെ സുൽത്താൻ ശ്രീ കോട്ടയം നസീർ. നസീർ കാ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമസ്കാരം കൃഷ്ണ. നമസ്കാരം കൃഷ്ണ. കൃഷ്ണ ഇപ്പോൾ പഠിക്കുകയൊക്കെ ചെയ്തു. സാധാരണ പെൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് നല്ലൊരു ജോലി നേടുക എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ ഒക്കെ ആകാനാണ് ആഗ്രഹിക്കുന്നത്. കൃഷ്ണ എന്താണ് ഇങ്ങനൊരു കോമഡി ഈ വഴിയിലേക്ക് തിരിഞ്ഞത്? അത് ചെറുതിലേ മുതലേ എനിക്ക് കലാപരമായിട്ടുള്ള ഒരു ഇതിലേക്കായിരുന്നു താല്പര്യം. സിനിമ തന്നെയായിരുന്നു ചെറുതിലേ മുതൽ മനസ്സിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കലാരംഗത്തേക്ക് വന്നു. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, പെൺകുട്ടികൾ മാത്രമല്ല, എല്ലാ കാര്യത്തിലും പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമാണല്ലോ ചോദിക്കാണല്ലോ. അതെ, അല്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികളും അങ്ങനെയല്ലേ? ചെറുതിലേ മുതൽ പഠിച്ചാൽ അവർക്ക് ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, കളക്ടർ ആവുക, അങ്ങനെയൊക്കെ അല്ലേ? അപ്പൊ ഇക്കെന്താ ഈ ഒരു കോമഡി മിമിക്രി അതിലേക്കൊന്ന് തിരിഞ്ഞതിന്റെ കാരണം? ശരിക്കും പറഞ്ഞാല് എനിക്കൊരു എഞ്ചിനീയർ ആവണം എന്നായിരുന്നു ആഗ്രഹം. ആഹാ. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. നമ്മളത് 1985 കാലഘട്ടത്തിലൊക്കെ നമ്മളൊരു നാട്ടിലിറങ്ങിയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഈ എഞ്ചിനീയറുടെ വീട് എവിടെയാ? പിന്നെ വെച്ചാൽ എഞ്ചിനീയർ സാറിന്റെ വീടോ? അയ്യോ വരൂ, ഞങ്ങളിവിടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മളെ നേരെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. എന്നാൽ 95 ആയപ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെ തന്നെ ചോദിക്കുകയാണ്, ഈ എഞ്ചിനീയറുടെ വീട് എവിടാ? എഞ്ചിനീയർ സാറിന്റെ വീടാണോ? ആ പാലം കയറി ഇറങ്ങിയിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് ആ നേരെ പോയി കാണുന്ന മൂന്നാമത്തെ വീടാണ് എഞ്ചിനീയർ സാറിന്റെ വീട്. 2015 നമ്മൾ ചോദിക്കുകയാണ്, അത് ഇപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഈ എഞ്ചിനീയർ സാറിന്റെ വീട് എവിടെയാ? ഇവിടെ ഒരുപാട് എഞ്ചിനീയർമാരുണ്ട്, നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന എഞ്ചിനീയറുടെ പേരേതാന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്നാൽ 2025 നമ്മൾ ഇതുവരെ ചോദിക്കുന്നെങ്കിൽ ഈ എഞ്ചിനീയറുടെ വീട് എവിടാ? എഞ്ചിനീയർക്ക് വീടോ? ഈ പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഇവരെല്ലാം എഞ്ചിനീയർമാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. ഇത് എഞ്ചിനീയർമാരെ മാത്രമല്ല, ഇത് എല്ലാ രംഗത്തും ഉണ്ട്. ഇപ്പൊ മിമിക്രി കലാകാരന്മാരുടെ കാര്യം എടുത്താലും റോഡിലേക്ക് ഇറങ്ങി 4 കുറ്റി വെടിവെച്ചാൽ വീഴുന്ന 100 പേരിൽ 99 പേരും മിമിക്രി കലാകാരന്മാരായിരിക്കും. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എഞ്ചിനീയർമാരുടെ കയ്യിൽ നിന്നും കിട്ടും ഉറപ്പായി. എനിക്കോ? അല്ല, ഞാൻ ഇത് പറഞ്ഞു കേട്ടിട്ട് നീ അഥവാ ഏതെങ്കിലും എഞ്ചിനീയർമാർക്ക് വിഷമം ഉണ്ടായാൽ തന്നെ അവരെ ചിരിപ്പിക്കാനുള്ള ഒരു വഴിയും എൻ്റെ അടുത്തുണ്ട്. ഇന്ന് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് ഗസ്റ്റുകൾ ആരുമില്ല. ആരും കണ്ടില്ലല്ലോ? ഉണ്ട്. കഴിഞ്ഞ 2 എപ്പിസോഡിലും 2 പേരുണ്ടായിരുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും വന്ന പോലെ തന്നെ മിടുക്കനായ ഒരു മിമിക്രി കലാകാരൻ ഇന്നും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എത്തുന്നുണ്ട്. അദ്ദേഹം മിമിക്രി കലാകാരൻ മാത്രമല്ല, ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ മലയാള സിനിമയല്ല, മറാത്തി ഭാഷയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ശരി, ആളെ ഒന്ന് കാണണമല്ലോ. വലിയ മുഖവുരകൾ കൊടുക്കുന്നില്ല, പെർഫോമൻസ് നമുക്ക് അദ്ദേഹത്തിന്റെ കാണാം. സ്വാഗതം ചെയ്യാം സർ റജി പാല. റജിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനും പ്രേക്ഷകരും. ഞാനും ഇവിടെ ഉണ്ടല്ലോ. എന്താണ് എന്ന് ചെയ്യാൻ പോണേ? അല്ല, അതിനു മുമ്പ് തന്നെ ഇക്കോട് എനിക്കൊരു വലിയ താങ്ക്സ് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വലിയ ഫ്ലോറിലേക്ക് എന്നെ വിളിച്ചതിന് ഫ്ലവേഴ്സ് ടിവിയോടും ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഒരുപാട് പ്രതിഭാധനരായ കലാകാരന്മാർ വന്നു പോയ ഈ വേദിയിലേക്ക് എനിക്ക് കൂടി വിളിച്ചതിന് ഒരുപാട് നന്ദി. പിന്നെ ഇക്കയുടെ മുമ്പ് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അത് ശരി, ഇതുപോലെ തന്നെ പറഞ്ഞു വിട്ടോളൂ. ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ടെലിവിഷനാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബാംഗങ്ങളെ കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ടെലിവിഷൻ കാണാറുണ്ട്. ഒരു ദിവസമെങ്കിലും, ഒരു നേരമെങ്കിലും ആൾക്കാർ ഒരു ടെലിവിഷനെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടിരിക്കും. അതെ അല്ലേ? അതുകൊണ്ട് ഈ ടെലിവിഷനിൽ കൂടി തന്നെ നമുക്കൊരു യാത്ര നടത്താം. അതായിരിക്കും ആൾക്കാർ കൂടുതൽ ഇഷ്ടം. ഒരുപാട് ചാനലുകളുണ്ട്, ചാനലിൽ വ്യത്യസ്തമാർന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഓരോ ചാനലിനും എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു പ്രോഗ്രാം അവരുടേതായിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഇക്കയോട്ടൊരു കാര്യം ചോദിക്കാം, എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഞാനൊരു 10-40 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ സാധാരണ ഒരു മലയാളിക്ക് അത്രയൊന്നും സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഇക്കയുടെ വലിയ ഭാഗ്യം തന്നെയാണ്. ഞാനൊരു സാധാരണ മലയാളിയല്ലല്ലോ, അസാധാരണ മലയാളി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മലയാളിയുടെ ഈ ഒരു സഞ്ചാര ആഗ്രഹത്തെ മുതലെടുത്തുകൊണ്ട് പലപ്പോഴും പല ചാനലുകളും പ്രോഗ്രാം വരാറുണ്ട്. ആ കൂട്ടത്തിൽ സഞ്ചാരം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയി മാറിയത്. അറിയാം. അപ്പൊ അതിന്റെ ഒരു നറേഷൻ കൊടുക്കുന്ന വോയിസ് അല്ലേ? അതെ അതെ. ഇതിനു മുമ്പ് നമ്മുടെ ഈ എപ്പിസോഡിൽ തന്നെ നമ്മൾ ഒരു ഫുൾ സഞ്ചാരം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു എങ്കിലും ഒരിക്കൽ കൂടി നമുക്ക് ചെയ്യാം. ഞങ്ങൾ ക്യാമറയുമായി ചെല്ലുമ്പോൾ അവിടെ കുറെ ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എന്റെ യാത്ര അമേരിക്കയുടെ നഗരവീഥികൾ കൂടിയാണ്. അമ്പരചുംബികളായ ഈ രാജ്യത്തിൽ കൂടി ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യം എന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി തോന്നുന്നു.
എന്നോടൊപ്പം അമേരിക്കക്കാരനായ ബെൻ എന്ന സുദീർഘനായ ഗൈഡുമുണ്ട്. യാത്രയിലുടനീളം ബെൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലാവുന്നില്ല. തിരികെ നാട്ടിലെത്തി എൻ്റെ സുഹൃത്തിനോട് ബെൻ പറഞ്ഞ തമാശകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. യാത്രയിലുടനീളം ബെൻ എൻ്റെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന സത്യം. സഞ്ചാരം ഇനി അടുത്തയാഴ്ച. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ ടി വിയിലുണ്ടെങ്കിലും കൊച്ചു കുട്ടികൾ വരെ ഇന്ന് മത്സരവേദിയിൽ എത്തുന്ന ഒരു കാലഘട്ടമാണ്. പാട്ട് പാടാനായിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് മാർക്കിടായിരിക്കുന്നത് കഥകളും കവിതകളും ഒക്കെ അറിയാവുന്ന പലപ്പോഴും മറ്റു വ്യക്തികളാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞു മനസ്സുകളെയും മുതിർന്നവരെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹത്തിന്റെ അവതരണം ഒരു രസകരമാണ്. കഥകൾ പറയും, കവിതകൾ പറയും, ചിലപ്പോൾ പാട്ട് പാടും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അവതരണ ശൈലി ശ്രദ്ധിക്കുക. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപയുണ്ട്. ഇത് അങ്കിൾ വന്നപ്പോഴും നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിലും ഒരു 10 രൂപയുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണ് അങ്കിൾ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 എന്ന് തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചുമാറ്റൽ പ്രക്രിയയാണ്. എപ്പോഴെങ്കിലും മുതുകാടേട്ടന്റെ മുമ്പിൽ ഇത് പെർഫോം ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് ഷോയ്ക്ക് അദ്ദേഹത്തിന് ഡബ് ചെയ്യാൻ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി വോയിസ് കൊടുത്തിട്ടുണ്ട്. അത് ശരി, അതിലൊരു മാജിക് കാണിച്ചു. അതെ, അതിലൊരു വോയിസിന്റെ ഒരു മാജിക് നമ്മുടെ വകയായിട്ട്. അതെ. അപ്പൊ നമുക്ക് അടുത്ത ചാനലിലേക്ക് പോകാം. അടുത്ത ചാനൽ എന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും 7 മണിക്ക് ശേഷം, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് ചർച്ചയുടെ ബഹളമാണ് ചാനലുകളിൽ. ചർച്ച എന്ന് പറഞ്ഞാൽ തൊടുന്നതിനും പിടിക്കുന്നതും എല്ലാം ചർച്ചയുണ്ട്. ഈ ചർച്ചയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ഇപ്പൊ ടി വിയിൽ വരുന്നുണ്ട്. അതെ, എന്ത് ചർച്ചയാണെന്നില്ല, ഒരു കാരണം ചർച്ച എന്ന് എഴുതി കാണിച്ചാൽ അവർ 2-3 പേര് സ്ഥിരമായിട്ട് അവര് കുറച്ച് പേര് വന്നിരുന്ന് ചർച്ചയോട് ചർച്ചയായി. എന്താണ് ചർച്ച എന്ന് അവർക്കും അറിയത്തില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. ചർച്ച തന്നെ ചർച്ച. അതെ, പക്ഷെ ഈ ചർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, KP മോഹൻ സാർ. ഫുൾ ടൈം അദ്ദേഹം 24 മണിക്കൂറും ചർച്ച എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആഹാരം പോലും വേണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നിയ ഒരു കൗതുകമാണ്, കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ നമ്മളെല്ലാവരും ഫുട്ബോൾ കണ്ടു, ഉറക്കുളച്ചിരുന്ന് ഫുട്ബോൾ കണ്ടു. പക്ഷേ ഈ ഫുട്ബോളിനെ പറ്റി ആധികാരികമായിട്ട് അന്ന് ടി വിയിൽ ഒരു ചർച്ച നടത്തി. ഈ KP മോഹൻ സാറും ഫുട്ബോളിനെ പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളുമായിട്ടാണ്. അതാരാണ്? വെള്ളാപ്പള്ളി നടേശൻ സാറുമായിട്ട് ഇവർ തമ്മിലാണ് ചർച്ച നടത്തിയത്. അപ്പൊ ആ ചർച്ച കേട്ടപ്പോൾ ഉണ്ടായ ഒരു കൗതുകം നമുക്ക് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ഈ KP മോഹൻ സാറിന് കുഴപ്പമുണ്ട്, മലയാള നിഘണ്ടുവിൽ ഇല്ലാത്ത വാക്കുകളെ പ്രയോഗിക്കുള്ളൂ. ഓ, അങ്ങനെയുണ്ടോ? അതെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അന്തർനീരാളിത്വത്തിന്റെ വ്യക്തവും നിഷ്ഠവും നിഷ്ക്രിയവുമായ ചില കാര്യങ്ങളിൽ കൂടി കടന്നു ചെന്നാൽ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, താങ്കൾ പറയുകയുണ്ടായി താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമാണ് ബ്രസീൽ, താങ്കളുടെ സ്വന്തം ടീമാണ് ബ്രസീൽ എന്ന് അവകാശപ്പെടുകയുണ്ടായി. എന്താണ് ഇത്രമാത്രം ആധികാരികമായി ബ്രസീൽ താങ്കളുടെ സ്വന്തം ടീമാണെന്ന് അവകാശപ്പെടാറുണ്ടായതിന്റെ അന്തസത്തായ കാര്യം ഒന്നരപ്പുറത്തിൽ കവിയാതെ ഒന്ന് വിവരിക്കാമോ? അതായത് ഈ ബ്രസീൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാ, ഈ ബ്രസീൽ ടീമുകാര് അവര് കളിക്കാനായി കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇടുന്ന ആ മഞ്ഞ കളറിലുള്ള കുപ്പായം, ആ ഒരു വേഷം കണ്ടാൽ അറിയാം അത് നമ്മുടെ സാമുദായിക ഐക്യത്തിൻ്റെ ടീമാണ്, നമ്മുടെ സ്വന്തം ടീമാണ് എന്ന് പറഞ്ഞ. പക്ഷേ ചങ്ങനാശ്ശേരിയിൽ നിന്നും സുകുമാരൻ നായർ അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി, ചില നായന്മാർ കളിച്ചെങ്കിൽ മാത്രമേ ബ്രസീൽ ജയിക്കുമായിരുന്നുള്ളൂ എന്ന്. സത്യമാണോ അത്? അദ്ദേഹം പത്രം വായിച്ചപ്പോൾ തെറ്റിപ്പോയതാ. നെയ്മർ കളിച്ചാലേ ജയിക്കൂ എന്നുള്ളത് അദ്ദേഹം വായിച്ചത് നായന്മാർ കളിച്ചാലേ ജയിക്കൂ എന്നുള്ളത് ഇതുപോലെ പലപ്പോഴും ഈ ടെലിവിഷൻ ചില വെടിമരുന്നിന് തിരികൊടുത്തു. പലപ്പോഴും ചർച്ചകൾ വിവാദമാകാറുണ്ട്. ഈ കഴിഞ്ഞ സംസ്ഥാന ഫിലിം അവാർഡിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് നമ്മൾ സലിംകുമാറേട്ടൻ ആ ചർച്ചയിൽ ഒന്ന് പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിനെ പരിഗണിച്ചില്ല എന്നുള്ളൊരിത്. അപ്പോൾ ആ ഒരു ചർച്ച അദ്ദേഹം പറഞ്ഞ ആ ഒരു നാച്ചുറൽ വോയിസ്, അതെ, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ വോയിസ് ടി വി കേൾക്കുന്ന ആ ഒരു ശബ്ദം നമുക്ക് ശ്രദ്ധിക്കാം. മലയാള സിനിമയിലെ ചില തലതൊട്ടപ്പന്മാര് അവര് ഈയിടെ പറയുകയുണ്ടായി,
സലീം കുമാറിന് അഭിനയിക്കാൻ അറിയില്ല. സലീം കുമാർ ചെയ്യുന്നതൊക്കെ മിമിക്രിയാണ്. സത്യത്തിൽ ഞാനൊരു മിമിക്രിക്കാരനാണ്, അതിലാർക്കും ഒരു ആക്ഷേപവുമില്ല. ഈ കഴിഞ്ഞ സംസ്ഥാന ഫിലിം അവാർഡിൽ ഏകദേശം 81ഓളം ചിത്രങ്ങൾക്ക് നോമിനേഷൻ ലഭിക്കുകയുണ്ടായി. അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കണ്ടു തീർത്ത ജൂറി കമ്മിറ്റിയാണ് നമുക്കുള്ളത്. അതിൻ്റെയും വാസ്തവം എനിക്കറിയില്ല. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കാം. കുളിക്കാതെ, പല്ല് തേക്കാതെ, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങായിരുന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ നടക്കുമായിരിക്കും. എന്നാലും ഈ 24 മണിക്കൂർ കൊണ്ട് ഇത്രയധികം ചിത്രങ്ങൾ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ചർച്ചയുടെ വാസ്തവത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ വിചാരിച്ചേ ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യേ. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ.
അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഏതാണ്? അല്ല ഇനിയിപ്പോ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോയാൽ പോരെ? അയ്യോ, തട്ടിമുട്ടി. ആ, തട്ടിമുട്ടി. അതെ, തട്ടിമുട്ടിയിലെ ഒരു കഥാപാത്രത്തെ റെജി ഇമിറ്റേറ്റ് ചെയ്തല്ലോ. അർജുനേട്ടൻ. ആ, അർജുനേട്ടൻ. മോഹനവല്ലി. അമ്മേ, ഞാനൊരു കഥ ചൊല്ലട്ടെ അമ്മേ. അമ്മേ, അർജന്റീനയുടെ ഫ്ലെക്സിന് താഴെ അമ്മയുടെ ഫോട്ടോ വെക്കാന്നാ പറഞ്ഞു. 1500 രൂപ വേണം. നല്ലതല്ല അമ്മേ? അമ്മേ, അമ്മയുടെ മെസ്സിയുടെ മോന്ത് ഒരുപോലെയാന്ന് അപ്പുറത്തെ വീട്ടിലെ ലില്ലിക്കുട്ടി പറഞ്ഞു. ജേഴ്സി പശു അല്ലമ്മേ, മെസ്സി. എന്നാ പറഞ്ഞാലും കന്നുകാലിയുടെ ഓർമ്മയാണ്. അമ്മേ, ഈ കൊച്ചി ചുംബന സമരത്തിന് ചുംബിക്കാൻ പോകാൻ ചുംബനം ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുമോ, അതോ പെണ്ണുങ്ങളെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണോ? മോഹനവല്ലി. വേണ്ട, ഇതിലും നല്ലത് എൻ്റെ അമ്മ തന്നെയായിരുന്നു. ഈ മെസ്സിയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ചില ചാനലുകൾ സ്പോർട്സിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാനുണ്ട്. നമ്മളും സ്പോർട്സ് പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് കാണുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് സ്പോർട്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഇന്ത്യയിലെ ഒരു താരം എന്ന് പറയുന്നത് നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറാണ്. അതെ അതെ. സച്ചിൻ്റെ വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാ ഇന്ത്യക്കാരും കണ്ണീരോടെ കണ്ട, ലോകം മുഴുവൻ ക്രിക്കറ്റ് ആരാധകർ വേദനിച്ച നിമിഷമായിരുന്നു. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകൾ, സ്പീച്ച് എന്ന് പറയുന്നത് വളരെ ടച്ചിങ് ആയിരുന്നു, ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ലാസ്റ്റ് സ്പീച്ച് നമുക്കൊന്ന് കേൾക്കാം. My life between 22 years for 24 years. It's hard to believe that the wonderful journey is coming to end. The age of 11, my father gave me freedom. And he told me that chase your dreams, but make sure you don't find shortcuts. Apart from it difficult, but don't give up. Above all, he told me a nice human being. Thank you. Thank you all. Love you all. ശരിക്കും ഇപ്പോൾ റെജി പറഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ ഒന്ന് കണ്ണടച്ചിരുന്നാൽ എന്താ പറയുക, സച്ചിൻ അങ്ങനെ പറയണ പോലെ തോന്നുള്ളൂ. കാര്യം ആ പ്രസംഗം മുഴുവനും ഇരുന്നത് കണ്ടത് ഞാൻ. നന്നായി. അല്ല, എല്ലാവരും ഒരുപാട് വേദനിച്ച നിമിഷമായിരുന്നു. ഇനി നമുക്കൊരു പരസ്യം ശ്രദ്ധിക്കാം. എന്ത് കാര്യത്തിനും ഒരു പരസ്യം വേണം. സിനിമയായാലും സീരിയലായാലും ടെലിവിഷനായാലും ഒക്കെ പരസ്യം വേണം. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കിസാൻ കൃഷി ദീപം പദ്ധതിയുടെ പരസ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഷെട്ടാലല്ലോ ഭായ്, നിങ്ങളുടെ മകൾ 24 മണിക്കൂറും മൊബൈൽ ഫോണിൽ തന്നെയാണല്ലോ. ഭയപ്പെടേണ്ട രാംദാസ്, അവൾ കേന്ദ്ര സർക്കാരിന്റെ കിസാൻ കൃഷി ദീപം പദ്ധതി പ്രകാരം നാട്ടിലെ കൃഷി ഓഫീസറുമായി പുതിയ വിത്തിനത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. പക്ഷേ ലല്ലു ഭായ്, നിങ്ങളുടെ മകൾ ഗർഭിണിയല്ലേ? ഗർഭിണികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതാണോ? ഭയപ്പെടേണ്ട രാംദാസ്, ആ വിത്തും കൃഷി ഓഫീസർ അവൾക്ക് സൗജന്യമായി നൽകിയതല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം? ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വലിയ പദ്ധതിയിൽ കൂടി നിങ്ങളുടെ വീട്ടിലെയും കൃഷി വർദ്ധിപ്പിക്കൂ. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. നല്ല കൃഷി, കൊള്ളാം. അപ്പോൾ ഇങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാറുള്ളത്, മറ്റ് ഭാഷാ ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ അന്യഭാഷകൾ ഒരുപാട് മലയാളികൾ, പ്രത്യേകിച്ച് തമിഴാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? തമിഴ്, ഹിന്ദി. അതെ, ഈ തമിഴ്, ഹിന്ദി, തെലുങ്ക് എല്ലാം ആയി. മലയാളത്തിലും ഉണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, എല്ലാ ഭാഷയിലുണ്ട് പ്രകാശ് രാജ്. അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണവും രസമാണ്. എന്നെ പാക്കറ ഷോക്കാറുங்களா இருக்கும்டா, இருக்கணும்னு உன்னை இழுத்துட்டு வந்திருக்கேன். டேய், உனக்கு ப்ரமோஷன் கொடுத்தது ஓன் டிபார்ட்மெண்ட் தான். ஆனா திருவாமைக்கு போஸ்டிங் போட வச்சதே நானு. இந்தியா மாப்பிள்ளத மாவட்டத்துக்கு, தமிழ்நாடு மாப்பிள்ளத ஊருக்கு என்ன வர வச்சா அப்படிச்சில்ல. இப்ப என்ன பண்ணுவேன்? இது ஏ ஊரு, ஏ ஏரியா. செல்லோ, ഐ ലവ് യു ടിക്കട്ടെ. അതാ എനിക്ക് റെജി ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു ശബ്ദമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിഗർ ഞാൻ നമ്മുടെ ഈ ഷോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കെ എം മാണി സാറിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ ടെലിവിഷൻ കൂടി എപ്പോഴും ചർച്ച ഉണ്ടായിരുന്നു, അദ്ദേഹം കോഴ വാങ്ങിയതാണോ? ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മണിസാറ് കോഴ വാങ്ങിച്ചു, മണിസാറ് കോഴ വാങ്ങിച്ചു, മണിസാറ് കോഴ വാങ്ങിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ എവിടെയാ കോഴ വാങ്ങിച്ച്? ഞാൻ കോഴ വാങ്ങിയോ? എന്റെ വകുപ്പ് എന്താ? ഞാനൊരു ധനകാര്യമന്ത്രിയല്ലേ? ഒരു ധനകാര്യമന്ത്രിയുടെ ചുമതല എന്താ?
മറ്റുള്ളവരിൽ നിന്നും ധനം വാങ്ങുക, അത് സൂക്ഷിച്ചു വെക്കുക, അത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതെങ്ങനെ കോഴിയാകും? അതുകൊണ്ട് ഇനിയും ഈ രാഷ്ട്രീയത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേലിൽ ആരും ആരോപണങ്ങൾ ഉന്നയിക്കാതെ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് പെട്ടെന്നുണ്ടറിയാം, റെജി ഇങ്ങനെ ഡബ് ചെയ്തിട്ട് ഞാൻ ആ മാനസാറിന്റെ മേക്കപ്പ് ചെയ്തിട്ടൊന്ന് പെർഫോം ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിപ്പോ. മാനസാറിന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയാൽ റെജി വിട്ടുപോകും. ഇനി അടുത്ത കാണിക്കാം. ഇക്ക ഒരാളെ ഒത്തു കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇമാതിരി പണിയെടുപ്പിക്കരുത്. ഇത് മലയാളിയാണ്, ബംഗാളി അല്ല. ഓ സോറി, ഞാൻ ഒരു നിമിഷം ഇവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ബംഗാളിയാണെന്ന് വിചാരിച്ചു പോയി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പം നമ്മൾ മിനി സ്ക്രീനിലെ പ്രകടനങ്ങളിലെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്ന് നമുക്ക് ഇവിടെ നിന്ന് മാറി ഒന്ന് ബിഗ് സ്ക്രീനിലേക്ക് പോകാം. സിനിമയിലേക്ക് ഒരു സിനിമയിലെ ഒരു സീൻ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. മോളെ, ബാബു ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. നീ കഴിച്ചോ? ഏതായാലും നീ വന്നത് നന്നായി. ഇല്ലെങ്കിൽ അവനെ എങ്ങനെ മെരുക്കിയെടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. രാമനാഥന്റെ വീട്ടിൽ ഞാൻ ഉണ്ടെന്നുള്ള വിവരം എനിക്കറിയില്ലേ? നീ ഒന്ന് ഫോൺ ചെയ്യുകയും ചെയ്തല്ലോ. എടാ, ഒന്ന് ഫോൺ ചെയ്യാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാനിവിടെ. അട്ടെ, നീ ബോംബെക്ക് പോകണ്ടേ? ബോംബെക്ക് പോകുന്ന അപകടമാണ്. ഗായത്രി കൊലക്കേസിൽ പോലീസിന് നമ്മളെയും സംശയമുണ്ടെന്നാണ് അറിവ്. ഏതായാലും നീ ഇവിടെ ഉള്ള വിവരം വേറെ ആരും അറിയില്ലല്ലോ. അറിയാം, അനിത വന്നിട്ടുണ്ട്. ഇവിടെയോ? പെണ്ണിനൊരു കലശലായ പ്രേമമാണെന്നാ തോന്നുന്നു. എന്നാൽ എന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇതുവരെ നടന്നാൽ അന്ന് തട്ടി ഞാൻ അവിടെ. അതെ, നീ ഏതായാലും വേഗം പിടിക്കോ. ആരെങ്കിലും വരുന്നതിന് മുൻപ് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഞാൻ അന്ന് എന്റെ വീട്ടിലേക്ക് അറിയിച്ചു. അനിതയോ? നീ വന്നിട്ട് വളരെ നേരമായി. എനിക്കിപ്പോഴാണ് എല്ലാം മനസ്സിലായത്. നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ഞാൻ അറിയിക്കേണ്ടിടത്ത് അറിയിക്കും. എന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് വിചാരിച്ച കൈകളിൽ ഞാൻ തന്നെ വിലങ്ങ് വെപ്പിക്കും. നീ എന്നെ വിലങ്ങ് വെപ്പിക്കുക അല്ലേ? അതെ, അല്ലെങ്കിൽ ഞാനിതല്ല. ബാബു, എന്തായി കാണിക്കുന്നത്? വിടൂ, വിടാനല്ലേ പറയുന്നത്? വിടൂ. മോനെ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ദൈവം കൊണ്ടു തന്നതാണ് ബാബു. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും നിനക്ക് ക്ഷമിച്ചുകൂടെ? അവൻ സുഖമില്ലാത്തവനല്ലേ? മക്കളെ, നിങ്ങൾ തമ്മിൽ തല്ലിച്ചാവുന്നത് കാണാനാണോ അമ്മയുടെ തലേ വിധി? അമ്മ ഇവൻ എന്തിനാണ് നിർത്തിയത്? പറയാൻ പറ. അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കും. അമ്മ സത്യം, ഞങ്ങൾ തമ്മിൽ ഇനി ഒരു വഴക്കുണ്ടാവില്ല. ഞാനെന്നെ പറയുന്നു. സ്നേഹം താമരനൂലിഴയോ, സ്നേഹം കാരിരുമ്പിന്റെ ചങ്ങലയോ, സ്നേഹം താമരനൂലിഴയോ, സ്നേഹം ഇരുമ്പിന്റെ ചങ്ങലയോ, ജീവിത ബന്ധനമോ. അമ്മേ അമ്മേ, അമ്മ നൽകിയ മുലപ്പാലല്ലേ അമൃതിനും മേലെ ദിവ്യാമൃതം. സ്നേഹം താമരനൂലിഴയോ, സ്നേഹം
അല്ലയോ. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. പറയൂ റജി, ഇനി എന്തൊക്കെ പ്രകടനങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്? പാട്ടിലേക്ക് പോയാലോ? പാട്ടിലേക്കെങ്കിൽ പാട്ടിലേക്ക്. ആരുടെ ശബ്ദത്തിലാണ് പാടുന്നത്? കുറച്ച് പാട്ടുകാരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്ത സംഗീത സംവിധാനം നിർവഹിച്ച് ഗായകരായ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്ന ജയവിജയന്മാരുടെ ജയൻ സാറിന്റെ ശബ്ദം. ഓക്കെ, കേൾക്കാം. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക, വില്വഭക്ത സദൃശ നയന ശരണമേഘണേ. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക, വില്വഭക്ത സദൃശ നയന ശരണമേഘണേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ശരവണ ഭവ സഹജ വരദ ശരണമേഘണേ. ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ശബരിശൈല ധൃതി നിവാസ ശങ്കരാത്മജ, ശാപമോക്ഷദായകനെ ശരണമേഘനേ. ശബരിശൈല ധൃതി നിവാസ ശങ്കരാത്മജ, ശാപമോക്ഷദായകനെ ശരണമേഘനേ. ശാപമോക്ഷദായകനെ ശരണമേഘനേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം അധികം മിമിക്രി വേദികളിൽ അധികം മിമിക്രി കലാകാരന്മാർ അനുകരിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു ശബ്ദമാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പുതുമ ഭയങ്കരമായിട്ടുണ്ട്. അടുത്ത ഗായകനാരാണ്? ഇനി ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരു ഗായകനുണ്ട്, ജാസി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതയുണ്ട്. ആ പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പന്തൂവൽ വീശി നിന്നോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ നമുക്കറിയാം നോമ്പ് സമയത്ത്, അപ്പൊ അതുകൊണ്ടൊരു മാപ്പിള ഗാനം, പ്രത്യേകിച്ച് മാപ്പിള ഗാനം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടി വരുന്നത് വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ദാസേട്ടന്റെ ഏകദേശ രൂപസാദൃശ്യമുള്ള മാർക്കോസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാട്ട്. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി, പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. പോരിഷ വേറിടും ദ്വാഹരൻ കൺമണി, പുരിതനൂറിൽ പൂമകൾ ഫാത്തിമ. പാരിലെ നാരിമാർ ആകയിൽ മാതൃക, പാരിലെ നാരിമാർ ആകയിൽ മാതൃക. പൂവിയാൽ ഹഷിം പൂവിതൽ ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി, പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. ബ്യൂട്ടിഫുൾ, ഗംഭീരം. ഇനി ഒരു പാട്ടുകാരനെ കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കും. ആരാണ്? മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഗായകനും സംഗീത സംവിധായകനും ഒക്കെയായ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ MG രാധാകൃഷ്ണൻ സാറ്. ഒരുപാട് പാട്ടുകൾ തന്നിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വരസിദ്ധമായ ഒരു സംഭാഷണ ശൈലിയുണ്ട്. അതിൽ കൂടി ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. ആഹരി രാഗം, ആഹരി രാഗത്തിൽ ആലപിച്ചാൽ ആഹാരം കിട്ടില്ല എന്നൊരു ചൊല്ല് സംഗീതർക്കിടയിലുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം ദേവാസുരം എന്ന ചിത്രത്തിൽ തന്നെ ഞാൻ തന്നെ പാടിയ ഒരു ഗാനമാണ്. ആ ഗാനം ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഈ വേദിയിൽ ഒന്ന് ആലപിക്കാം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ. പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ. ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമൻ നെഞ്ചിലെന്നാത്മപ്രണാമം. പ്രേമസ്വരൂപന സ്നേഹസതീർഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം.
ഇതിന് മ്യൂസിക് ഒന്നും വേണ്ട. മ്യൂസിക് ഇല്ലാണ്ട് തന്നെ കേൾക്കാൻ എന്തൊരു സുഖമായിട്ടുണ്ടെന്ന് അറിയാം. ശരിക്കും എം ജി രാധാകൃഷ്ണൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്ന ഒരു മ്യൂസിക് ഉണ്ട്, നമ്മുടെ മണിച്ചിത്രത്താഴിലെ ആ റീമ്യൂസിക്, പശ്ചാത്തല സംഗീതം. അത് ഗംഭീരമായിരുന്നു. മലയാളികൾക്ക് ഓർക്കാൻ ഒരുപാട്. തൂണ് പറഞ്ഞു തന്നെ. ആ തൂണല്ല, ഒന്ന് ചാരിന്നോ? ഇതെവിടെ പോണേ തൂണൊക്കെ ആയിട്ട്? അതറിഞ്ഞൂടെ? എങ്ങനെ പരിപാടി വേണമെന്ന് പറഞ്ഞു നടന്നു. നാട്ടിലുള്ള എന്തെങ്കിലും കാര്യമൊക്കെ അറിയണ്ട. എന്താ ഇപ്പൊ വിശേഷം? ഇവിടെ രാഘവൻ ചേട്ടന്റെ മോളുടെ കല്യാണമല്ലേ നാളെ, അതിന് മണ്ഡപം സെറ്റ് ചെയ്യണ്ടേ. എന്നിട്ട് ഈ ഒരു തൂണേ ഉള്ളോ? അല്ല, ബാക്കി ഓരോരോ കല്യാണ വീടുകളിലാണ്. അവിടെ നിന്ന് ഊരി എടുത്തിട്ട് വേണം പിന്നെ സെറ്റ് ചെയ്യാനായിട്ട്. ഏത് നമ്മുടെ രാഘവൻ ചേട്ടൻ? ആ രാഘവൻ ചേട്ടന്റെ മോളുടെ കല്യാണം നാളെ. എന്നെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടാ? പിന്നെ എന്നിട്ട് ഇവിടെയൊക്കെയാണ് വണ്ടിയില്ല. വരാം, ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് വരാന്ന് വെച്ചിട്ട്. എന്നാ ശരി, നിങ്ങളിവിടെ പരിപാടി നടത്തി. പിന്നെ ഫ്രീ ആണ്. എന്താ വെറുതെ ഇവിടെ തൂണ് പോലെ നിന്നിട്ട് എല്ലാവരും ഉണ്ട്. അവിടെ തൂണിന്റെ കുറവുണ്ടായിരുന്നു. ഇല്ല, ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ ശരി, എന്താ ആയിക്കോട്ടെ. സോറി, തൂണ് മാറിപ്പോയി. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവർഡ് ബൈ കൗലയിൽ. ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. 10 മണിക്കല്ലേ ഇടാലോ? പക്ഷെ സദ്യ 1 മണിക്കാണ്. ഞാൻ ഈ സാധനം ഉണ്ടാക്കില്ല. ഒന്ന് ഫോൺ എടുക്കടാ. ഈ കുരുക്ഷേത്രത്തിൽ അർജുനനില്ലാതെ ആയുധം നിൽക്കുന്നു. ഒരു ഗ്ലാസ് ചായ. ചായ വേണ്ട, ഒരു ഗ്ലാസ് പറ്റുമെങ്കിൽ ഇത്തിരി ടച്ച് സ്പൂൺ എടുത്തോളാം. എന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോടാ? വെൽക്കം ബാക്ക് ടു ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവർഡ് ബൈ കൗല. ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഞാൻ ഓടിച്ചോടിയതില്ല. നാളെ കൃത്യസമയത്ത് എനിക്ക് എത്തണം. മുഹൂർത്തം എപ്പോഴാണെന്നോ? അത് കുറയിലുണ്ടായിരുന്നല്ലോ, രാവിലെ 11:30. സമയത്തിന് വല്ല മാറ്റം ഉണ്ടെന്നോ? തോന്നുന്ന സമയത്തിന് മാറ്റി വെച്ച് കല്യാണം നടത്താനേ ഈ കല്യാണം നടത്തുന്ന ഇന്ത്യൻ റെയിൽവേ അല്ല, ഞാനാ. ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു, നാളെ രാവിലെ 11:30 ഒരു മുഹൂർത്തം ഉണ്ടെങ്കിൽ ചെറുക്കൻ പെണ്ണിനെ തട്ടും, അല്ല കെട്ടും. അപ്പൊ നാളെ കാണാം. ശരി എന്നാ. പറഞ്ഞ തിരക്കിലാണ്. ഈ മണ്ഡപത്തിന്റെ പണി എപ്പോ തീരും? ചെക്കനും പെണ്ണും അല്ലാതെ കൂടുതൽ ഒരാള് കയറി കഴിഞ്ഞാ അപ്പൊ ഇതിന്റെ പണി തീരും. അതല്ല ചോദിച്ചത്, ഇതിന്റെ പണി എപ്പോ കഴിയുമെന്നാ ചോദിച്ചത്. അതൊന്നും പറയാൻ പറ്റൂല. അതിനെ താനല്ലേ മണ്ഡപം ഉണ്ടാക്കുന്നത്? അതെ, പിന്നെ ഇന്നും നാളെയായിട്ട് 10 കല്യാണങ്ങളാ ഉള്ളത്. എനിക്കാണെങ്കിൽ 2 മണ്ഡപത്തിന്റെ സെറ്റാ ഉള്ളു. ഓരോരുത്തടത്തെ കഴിഞ്ഞിട്ട് വേണം ഓരോ നൂര് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ. അതൊക്കെ പോട്ടെ, മുഹൂർത്തം എത്ര മണിക്കാണ്? മുഹൂർത്തം രാവിലെ കൃത്യം 11:30. എന്നാ ഒരു പേടിയും പേടിക്കണ്ട. 11:29 എന്നുണ്ടെങ്കിൽ ഇതിന്റെ പണി ഞാൻ തീർത്തിരിക്കും. തീർത്തിരിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ചെക്കനെയും പെണ്ണിനെയും താലികെട്ട് സമയത്ത് മാത്രമേ ഇതിന്റെ അകത്ത് കടത്താൻ പാടുള്ളൂ. അതെന്നാ? കൂടുതൽ ഭാരം താങ്ങാനുള്ള ശേഷി ഈ മണ്ഡപത്തിലില്ല. പിന്നെ ഇതൊക്കെ കൂടി ഉരുണ്ട് പേടഞ്ഞ് അവരുടെ മേത്ത് വീട് അവര് തട്ടിപ്പോയാ ആ പന്തലിന്റെ പണിയും എനിക്ക് തന്നെ തന്നെ. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, നിനക്കിട്ട് ഞാൻ ഒരു പണി തരുന്നു. പണി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പണിയെടുത്ത് പണം തന്നാ മതിയല്ല. അതെ സാറേ, ഈ സാമ്പാറിലെ ഇത്ര ഉപ്പ് മതിയാവൂ? സാമ്പാറല്ലേ? നീ ഉപ്പ് കുറഞ്ഞെന്നുള്ള പരാതി വേണ്ട, കുറച്ച് കിട്ടും. ശരി. എന്തേ നിലവിളക്ക് കൊണ്ടുവന്നോ? പിന്നെ വേണ്ടേ? പിന്നെ പറ. അത് പറ. പിന്നെ പറയണ്ടെന്നാ? പറയണ്ടെങ്കിൽ പറയണ്ട, എനിക്ക് വേറെ പണിയുണ്ട്. എടാ അതല്ല, ഈ നിലവിളക്കിനടുത്ത് പറ വെക്കണ്ടേന്നാ. അത് പറ. പിന്നെ തെങ്ങും പൂക്കുല. അതിപ്പോ വേണ്ടല്ല, പ്രസവം കഴിഞ്ഞിട്ട് കൊടുത്താ പോരെ. എന്ത് പൂക്കുലേക്കും അല്ലേ? ആ പൂക്കുലേക്കും അല്ല, ഈ നിലവിളക്കും പറയും അതിനകത്ത് തെങ്ങും പൂക്കിലേക്ക് വെക്കണം. അതാണ് കല്യാണത്തിന് ചടങ്ങാ. അല്ല, അതൊക്കെ വേണം. പക്ഷെ എനിക്ക് അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടത് മണ്ഡപമാണോ അല്ലെങ്കിൽ ഇതൊക്കെ ഒതുക്കി വെക്കാനുള്ള ഗോഡൌൺ ആണോ? അതെ ചേട്ടാ, ഈ ശർക്കര പായസത്തില് 25 കിലോ ശർക്കര മതിയാവും. ശർക്കര പായസം അല്ലേ? മധുരം കുറഞ്ഞെന്നുള്ള പരാതി വേണ്ട, ഒരു 35 ആയിക്കോട്ടെ. ശരി. പണിയെടുക്കാനും ആയിക്കൂല. ചേട്ടോയ്, തക്കാളികൾ 90 രൂപ വേണ്ട. വന്ന് പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയായി. മിഞ്ഞാന്ന മാർക്കറ്റിൽ തീ പിടിച്ച് അന്ന് തുടങ്ങി ഈ വിലയാ. അതെ, പച്ചക്കറിയൊക്കെ കുറച്ച് ഉപയോഗിച്ചാ മതി, വെറുതെ ചീത്തയായി കളയണ്ട. അത് കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോ തന്നെ ചീത്തയായതല്ലേ. അപ്പൊ നാളത്തെ ഊണ് ഹോട്ടലിൽ നിന്നാക്കാം. അതെ, ഒരു 3 പേരെങ്കിലും ഈ മണ്ഡപത്തിനകത്ത് നാളെ കയറിയേ പറ്റും. അല്ല, അതാരാ?
ശാന്തിക്കാരിന്റെ അകത്ത് കയറി വേണ്ട മന്ത്രം ചൊല്ലാൻ. ശാന്തി എന്തിനാണ് ഇതിനകത്ത് കയറുന്ന മന്ത്രം ചൊല്ലണത്? ആ തെങ്ങിന്റെ ചോട്ടിൽ ഒരു കസേര ഇട്ട് കൊടുത്താ അവിടെ ഇത് സുഖമായിട്ട് മന്ത്രം ചൊല്ലാലോ. ആ തെങ്ങിന്റെ ചോട്ടിലോ? എടോ, ആ തെങ്ങിന്റെ തേങ്ങ മുഴുവൻ ഉണങ്ങി കിടക്കുക. അതെങ്ങാനും തലേ വീണയുടെ കാറ്റ് പോകും. അപ്പൊ കല്യാണവും ശവസംസ്കാരവും കൂടി ഒരുമിച്ച് നടത്താം. താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ ശാന്തിക്കാരൻ വേണം താലി എടുത്ത് ചെറുക്കന്റെ കയ്യിലോട്ട് കൊടുക്കാൻ. താലിയല്ല, അല്ലാണ്ട് കരിങ്കല്ലെടുത്ത് തലയിൽ വെച്ച് കൊടുക്കാനില്ല. അത് ചെക്കൻ തന്നെ തല എടുത്ത് കെട്ടിക്കോളും. അതെ സാറേ, ഈ നാരങ്ങക്കറിയില്ലേ ഒരു എന്തോരം മുളക് പൊടി ഇടണം? താൻ കുറെ നേരമായാലും ഓരോന്നും എന്നോട് ചോദിക്കുന്നു. അതിന്റെ പഞ്ചാര ഇത്ര മതിയോ, ശർക്കര അത്ര ഇട്ടാ മതിയോ, ഉപ്പ് ഇത്ര ഇട്ടാ മതിയോ എന്നൊക്കെ. ഇവിടെ താൻ പോയതൊക്കെ പാചകക്കാരോട് ചോദിക്കണോ? ആ പാചകക്കാരനാണ് ഞാൻ. അത് ശരി. എന്നിട്ട് താൻ ഇപ്പോഴാണോ വരുന്നത്? ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ്? എനിക്കിന്ന് 2 കല്യാണമാണ്. ചുറ്റമ്പാറ ക്ഷേത്രത്തിൽ ഒരു കല്യാണം, ഏഴിമല ക്ഷേത്രത്തിൽ വേറൊരു കല്യാണം. താനായിരുന്നു അവിടെ പാചകം? ഞാനല്ല പാചകം. പിന്നെ കല്യാണം കൂടാൻ പോയതോ? കല്യാണം കൂടാൻ പോയി, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അവിടെ ആകെ പിടിയും വലിയും ഉന്തും തള്ളും വിളിക്കാത്ത സദ്യക്ക് എന്നൊന്ന് എന്താണ് ബഹളമാണ്. ഇവിടെ ഉന്തും തള്ളും അടിയും പിടിയും വലിയൊക്കെ ഉണ്ടായെങ്കിൽ തനിക്ക് എന്നാ കുഴപ്പം? ഞാനാണല്ലോ വിളിക്കാതെ തന്നത്. എന്നെയാണ് ഈ പിടിയും വലിയൊക്കെ ചെയ്തത്. സദ്യക്ക് പോയതല്ലേ? അത് പോട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാ. നമ്മള് കാളൻ, ഓലൻ, എരിശ്ശേരി എല്ലാ ഐറ്റംസും ഉണ്ടാക്കി. പക്ഷെ അവയിലുള്ള കക്ഷം മാത്രമല്ലേ ചെയ്യും. ഒരു കാര്യം ചെയ്യും. അവിടെ കുറച്ച് വേസ്റ്റ് കിടപ്പുണ്ട്. ആ കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട് അവയില്ലാത്തോട്ടിട. ഇനി എത്ര പേര് ഹോസ്പിറ്റലിൽ കിടക്കും എന്റെ ഈശ്വരാ? എന്തായാലും ഞാൻ ഉണ്ടാവത്തില്ല. ഞാൻ പുറത്തുനിന്നാണല്ലോ ആഹാരം കഴിച്ചത്. നമുക്ക് നാളെ അതുമ്മ ചാരി ചെയ്തിട്ടുള്ള വർത്താനൊന്നും വേണ്ട. ഇതേ ആകെ 2 ആണും 2 തെർമോക്കോളും വെച്ചുണ്ടാക്കിയ മണ്ഡപമാണ്. ഇതെല്ലാരും കൂടി അവിടെ ഉരുണ്ട് പടഞ്ഞ് വീട് കഴിക്കാം. ആര് സമാധാനം പറയും? അതോത്ത് താൻ വിഷമിക്കണ്ട, എനിക്കൊന്നും പറ്റത്തില്ല. അയ്യോ, തനിക്ക് പറ്റിയ എനിക്കെന്താണ്? ഞാൻ പറഞ്ഞ എന്റെ കൂടിനെന്തെങ്കിലും പറ്റിയ ആര് സമാധാനം പറയുമെന്ന്. നാളെ നമുക്കൊരു 10 മണിക്ക് ഇലയിടാൻ പറ്റും. 10 മണിക്ക് ഇലയിടാലോ. പക്ഷെ സദ്യ 1 മണിക്കാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കില്ല. ഒന്ന് ഫോൺ എടുക്കടാ. ഹലോ, എന്നാ വഴി അറിയാണ്ട് തെറ്റി നടക്കുകയാണെന്നോ? റോങ് നമ്പർ. എന്താ രാഘവൻ ചേട്ടാ, ഒരാളവിടെ കിടന്ന് വഴിയറിയാതെ കറങ്ങുമ്പോ ഇവിടെ റോങ് നമ്പർ എന്നാണ് പറയണത്. അയ്യാക്ക് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കണ്ടേ? അവന് വഴി പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ വഴിയാധാരമാകാൻ. ഇതെന്റെ മൂത്ത മോളുടെ ഹസ്ബൻഡാ. രാവിലെ തൊട്ട് ഫുൾ ടൈം വെള്ളവാ. അവനെങ്ങാനും ഇവിടെ വന്ന് അലമ്പാവും. ഈ തിരക്കിനിടയ്ക്ക് അവനെ കല്യാണം വിളിക്കാൻ ഞാനങ്ങ് മറന്നുപോയി. ഇതെങ്ങനെയോ അറിഞ്ഞോണ്ടുള്ള വരവാ. ഈ കുരുക്ഷേത്രത്തിൽ അർജുനനില്ലാതെ ആയുധം നിൽക്കുന്നു. എടോ അമ്മായി നാറി, താൻ കല്യാണം വിളിച്ചില്ലെങ്കിൽ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? ഇവിടെ ഒരേല അനങ്ങിയ ഞാൻ അറിഞ്ഞിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കറിവേപ്പില ഇപ്പൊ എടുക്കണ്ടെന്ന്. ആ ഇല അനങ്ങി അറിഞ്ഞോളൂ പുള്ളി അറിഞ്ഞത്. മനസ്സിലായി. അതാണ് ചോദ്യമില്ല ഉത്തരവില്ല. പാമ്പാടി രാജൻ ഓർത്തിരിക്കുക. അല്ല, പാമ്പാടി രാജനാ? അതൊരു ആനയല്ലേ? അത് തന്നെ ഞാനും ഇറങ്ങിക്കണം. അങ്ങോട്ട് പറയിക്കണം. ഞാൻ കാര്യം പറയാം. എടാ, ഇത് നിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണമല്ലേ? അതെ. അപ്പൊ നീ വേണ്ടേ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഇത് മംഗളകരമായിട്ട് നടത്താൻ? അതുകൊണ്ടായിരിക്കും എന്നെ കല്യാണം വിളിക്കാണ്ടിരുന്നല്ലേ? അതല്ലടാ, പിന്നെ എല്ലാവരും പറഞ്ഞു നിന്നെ വിളിച്ച ഈ കല്യാണം നീ അലമ്പാക്കി കളയുന്നു. അതാ ഞാൻ പറഞ്ഞേ, അവരെ കൊണ്ടുകൂടെ നിർത്തിക്കേ. എന്തിനാ? എനിക്ക് ശിക്ഷിക്കണം. രാഘവൻ ചേട്ടാ, 2 അടി. രാഘവൻ ചേട്ടാ, 2 അടി പട്ടിക വേണോന്ന് പറയാൻ വേണ്ടി വന്നതാ. ഇവിടെ പട്ടിയൊന്നുമില്ല, പട പട്ടി. രാഘവൻ ചേട്ടോ, പിന്നെ മഴക്കാലമൊക്കെയാണ്, ചിലപ്പോ കറണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കല്യാണം മാറ്റി വയ്ക്കാം. കല്യാണം മാറ്റി വെക്കാവും? ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്ന ഒരേ കല്യാണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് നമ്മളൊരു അറിയിപ്പ് കൊടുത്താൽ മതി. എടാ, കണ്ണീ ചോരാത്തവൻ ഇങ്ങനെയാണോ പറയുന്നത്? നീ വന്നേ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ കാലശേഷം പിന്നെ നീയാണ് ഈ കുടുംബത്തിന്റെ നാഥൻ. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ദിവസവും 3 നേരം ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇതൊന്ന് കഴിഞ്ഞു കിട്ടണ്ടേ? നല്ല ബെസ്റ്റ് മരുമോൻ. അല്ല, അതിരിക്കട്ടെ, നീ ഒറ്റയ്ക്ക് വന്നോളൂ, അവള് വന്നില്ലേ? അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്നോട് വന്നാണല്ലോ. എന്നിട്ട് എവിടെ പോയി? അയ്യോ, നമ്മളെവിടെ പോയി ഓർമ്മയിട്ടില്ലല്ലോ. എടാ, ഒന്ന് ഓർത്തു നോക്കടാ. ഷാപ്പിന്റെ മുമ്പിൽ. ദൈവമേ, ഷാപ്പിന്റെ മുമ്പിലോ?
അമ്മാവൻ എന്നെ കല്യാണം വിളിക്കാത്ത സങ്കടത്തിന് ഞാൻ ഷോപ്പിൽ കയറി 2 കുപ്പി അടിച്ച്. സാധാരണ കടവും പറഞ്ഞ് പുറകെ കൂടെ അങ്ങോട്ട് പോകുന്നത്. ഇവള് ഫ്രണ്ടിൽ നിൽക്കണ കാര്യം പറഞ്ഞു പോയി പുറകെ കൂടെ അങ്ങോട്ട് പോകുന്നു. എന്റെ ദൈവമേ, എടാ ദുഷ്ട, ഇനി അവൾ എങ്ങനെ ആ പാടവും റോഡും ഒക്കെ കടന്ന് വീട്ടിൽ ചെല്ലൂടാ? ഓ, അങ്ങനൊന്നും എന്നോട് പറയണ്ട. ഞാൻ ഇങ്ങനെ ഒന്നും നൊടിച്ചപ്പം 3-4 പൊക്കമുള്ള വേലിയും ചാടി എന്നോട് വന്നോളാ. അവള് ചാടി വീട്ടിലെത്തിക്കോളും. അതിരിക്കട്ടെ, എന്ത്? നിനക്ക് കുടിക്കാൻ ചായ എടുക്കട്ടെ? ഒരു ഗ്ലാസ്. മോനെ, ഒരു ഗ്ലാസ് ചായ. ചായ വേണ്ട, ഒരു ഗ്ലാസ്. പറ്റുമെങ്കിൽ ഇത്തിരി ടെച്ച് സ്പൂൺ എടുത്തോളാം. സാധനം കയ്യിലുണ്ട്. എന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോടാ? കാലനായിരിക്കും. ആരാ പാചകക്കാരൻ? ചേട്ടാ, ഞാനാ പാചകക്കാരൻ. നീയാണോ പാചകക്കാരൻ? അതെ, അതെ. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 3 മക്കളാ. നിന്റെ വീട്ടിലെ കാര്യം പറയാനല്ല പറഞ്ഞത്. നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ടെന്ന്? ആഹാ, ഇവിടെ ഞാനും തങ്കമ്മയും 3 പാചകക്കാരും. തങ്കമ്മയാ? അതെന്തിന്? അല്ല, ചുമ്മാ എടുക്കാനും പിടിക്കാനും ഒക്കെ. നിനക്കാ ആ പരിപാടി ഈ വീട്ടിൽ നടക്കത്തില്ല. ചേട്ടാ, ഒരു ചെറിയ കഷ്ണം കയറി കിട്ടും. എന്താ തൂമിച്ചാനാണോ? അല്ല, ഈ മണ്ഡപം മറിഞ്ഞു വിടാതിരിക്കാനേ ആ തെങ്ങയിലൊന്ന് വലിച്ചേട്ടാനാ. എന്റെ ദൈവമേ, മണ്ഡപം പറഞ്ഞു വീണിനി എത്ര പേരാണോ ചാകാൻ പോണേ? അതൊക്കെ ഇരിക്കട്ടെ. പായസം എത്ര തരമുണ്ട്? 4 തരമുണ്ട് ചേട്ടാ. ഏതൊക്കെ? പാലട, പരിപ്പ്, സേമിയം, പിന്നെ ശർക്കര. ഇതിലേതാ രസം? ഇതിൽ രസമില്ല, ഇത് പായസമല്ലേ എടാ. ഈ പായസത്തിൽ ഏതാ രസമെന്ന്? ചേട്ടാ, പായസത്തിൽ രസമില്ല ചേട്ടാ. ഇവിടെ ഞാനൊന്ന് കൊല്ലു. ചേട്ടാ, ഒരു 2 ഇഞ്ചിന്റെ ആണി ഒരു ചിറ്റിയും തരും. തരാടാ. എന്നിട്ട് എന്നെ ഇങ്ങനെ ഇവിടെ തറച്ചു വെക്ക്, യേശു ക്രിസ്തു കിടക്കണ പോലെ. ആരെയാണ് തല്ലിയത്? അത് ഞാനല്ല. നീയാണ് തല്ലിയത്? അത് ഞാനല്ല. നിങ്ങളാണ് തല്ലിയത്? പിന്നെ ആരാണ് ഇയാളെ തല്ലിയത്? പിന്നെ ആരാണ് ഇയാളെ തല്ലിയത്? ഞാനാ തല്ലിയത്. ഞാനാ തല്ലിയത്. ചേട്ടൻ എന്തിനാണ് തല്ലിയത്? എന്തിനാ തല്ലിയെന്നോ? പകൽ ഇവനെ തല്ലിയ ഇവനെന്നെ തിരിച്ചു തല്ലും. അതുകൊണ്ട് ഞാൻ പീസൂരി തല്ലിയതാ. ഇനി കല്യാണം കഴിഞ്ഞ് ഇവൻ എഴുന്നേക്കത്തുള്ളൂ നാളെ. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവർഡ് ബൈ കൗലയിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെൽക്കം ബാക്ക് ടു ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവർഡ് ബൈ കൗല. കല്യാണം നടത്തിക്കോ. കതിർ മണ്ഡപത്തിന്റെ മുമ്പിൽ ഈ പമ്പാടി രാജൻ ഉണർന്നിരിപ്പുണ്ട്. അത് മറക്കണ്ട. ഇരുക്കണേ എനിക്കൊരു പുത്രിയല്ല, അതെനിക്കൊരു വിഷയമല്ല. അതെ, എന്താ മണ്ഡപത്തിന്റെ പണി തീർന്നോ? തീരാ, ഞാനിത് തിന്നല്ല. അതല്ല പറഞ്ഞത്. ചെറുക്കനും കൂട്ടിന് ഇപ്പൊ എത്തും. അവർക്ക് ഇവിടെ കയറി ഇരിക്കണ്ടെന്നാ. അയ്യോ, അവരെത്തിക്കോട്ടെ. അവരവരുടെ വഴിക്ക് കെട്ടി നടക്കട്ടെ. ഞാൻ എന്റെ വഴിക്ക് സൈഡിൽ കൂടെ മണ്ഡപം കെട്ടിക്കോളാം. കുറച്ച് മല്ലിയില കിട്ടുക. എന്നതിനാ? ചുമ്മാ പിച്ചിക്കറി വെളിച്ചെടുക്കാനാണ്. ചുമ്മാ പിച്ചിക്കിരിയാണ്. കിളവനെ പിച്ചിക്കിരിയ സാമ്പാറിലോട്ടിട്ട്. അതെ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. മസാല കൂട്ടുണ്ടോ? എന്തിനാ? ഒരു കൂട്ടും വേണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ ജീവനുണ്ടെങ്കിൽ ഒറ്റയ്ക്കടിക്കും. അതിരിക്കട്ടെ. ആഹാരമൊക്കെ റെഡിയായോ? ആഹാരമൊക്കെ എപ്പോഴും റെഡി. പായസം റെഡി, അതുപോലെ തന്നെ അവിയല്, സാമ്പാർ, എരിശ്ശേരി എല്ലാം റെഡി. പക്ഷെ ഒരു അബദ്ധം പറ്റി. അരി ഇട്ടില്ല. ആ അരി എടുത്ത് അങ്ങേറെ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്ക്. കുറച്ച് എള്ളു പൂങ്ങൂടെ ഇട്. അണ്ണാരം തട്ട് പറയട്ടെ. മുഹൂർത്തം വരുന്നിരിക്കില്ല. അതെ, ചെറുക്കനും കൂട്ടിന് ഇപ്പൊ എത്തും. എന്നാ പൂജ തുടങ്ങാം. തുടങ്ങാനായിട്ട് ആ പോലെ വീട്ടിൽ തിരിച്ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടാ. മിക്കാറും ഇവിടെ 2 പൂജ നടക്കും. ഹലോ, ചെറുക്കനും കൂട്ടിന് വന്നോ? ഇപ്പൊ എത്തും. അല്ല, താനാരാ? ഞാൻ പെണ്ണിന്റെ അച്ഛൻ. ശാന്തി. കാര്യം പൂജാരി. അങ്ങോട്ട് പറഞ്ഞു. പൂജാരി താനാരാ? ഞാൻ ക്യാമറമാൻ. എന്നെ എടുക്ക്. തന്നെ കൊടുക്കാൻ പറ്റില്ല. എന്നെ ഇവിടെ ഒന്നും എടുക്കാനാണ് പറഞ്ഞത്. പെണ്ണിനെ വിളിക്കാം. അപ്പൊ ഞാൻ വേണം. പെണ്ണിറങ്ങട്ടെ. സമയം നന്നായി വരും. എത്രയുണ്ട്? ഞാൻ പിച്ചക്കാരനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടത് ഇഷ്ടം. ഈ ആരെങ്കിലും കാല് പിടിക്കാറുണ്ടോ? ഈ മണ്ഡപത്തിന് എന്തെങ്കിലും പറ്റി താൻ എന്റെ കാലം പിടിക്കട്ടോ. എത്തിയോ? തനിക്ക് അവിടെ കാര്യം ഇവരല്ലേ കെട്ടാൻ പോകുന്നു. അമ്മാവാ,
അമ്മാവാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇവിടെ നടന്നതേ കല്യാണമാണ് അതാ കല്യാണമാണ്? ഞാൻ ഉദ്ദേശിച്ചത് കല്യാണമാണ്, പക്ഷെ നടന്നത് കല്യാണമാണ്. കല്യാണമായാലും കൊള്ളാം, തല്യാണമായാലും കൊള്ളാം. എന്റെ മണ്ഡപത്തിന്റെ വാടക നിലങ്ങിട്ടില്ല. ഇനി ഒരു കല്യാണം കൂടി ഇവിടെ നടക്കും. അതെ, ഒന്നല്ല രണ്ട്. രാഘവൻ ചേട്ടോ, രാഘവൻ ചേട്ടോ, നമ്മുടെ പെണ്ണു ചെറുക്കൻ എന്തി? അവർ മണിയറയില്ല. അവർ ഒന്ന് വിളിക്കാവോ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ ഉച്ചയ്ക്ക് കല്യാണം ഷൂട്ട് ചെയ്യില്ലേ, ആ താലികെട്ട് മാത്രം കിട്ടിയില്ല. അപ്പൊ അവരെ ഒന്ന് വിളിച്ചാലേ അത് മാത്രം ഷൂട്ട് ചെയ്തിട്ട് ഇപ്പൊ അങ്ങ് വിട്ടേക്കാം. താലികെട്ട് മാത്രം കിട്ടിയില്ല. ഇങ്ങോട്ട് വാ. താലികെട്ട് കിട്ടിയില്ല. ആദ്യ രാത്രി നടക്കുമ്പോഴാണ് നിനക്ക് താലികെട്ട് ഷൂട്ട് ചെയ്യേണ്ടത് അല്ലേ? ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. എങ്ങനെ? ഇപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ എന്റെ മരുമോനായത്. ഇതേപോലുള്ള മണ്ടന്മാരാണ് മണ്ഡപം പണിയുന്നെങ്കിൽ കല്യാണം ഇങ്ങനെ ആയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. അപ്പോൾ റജി, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ വന്നു വിഭവ സമൃദ്ധമായ ഒരു പെർഫോമൻസ് തന്നെ ഇവിടെ കാഴ്ചവെച്ചു. പല ചാനലുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തു, സിനിമാ നടന്മാരിലൂടെ യാത്ര ചെയ്തു. അതിലുപരി നല്ല ഗായകരുടെ ശബ്ദങ്ങൾ, നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് സിനിമകളിൽ നല്ല അവസരങ്ങൾ കിട്ടട്ടെ. അതിനുള്ള എല്ലാ ശേഷിയും ക്ഷേമുഷിയും റജിക്ക് ദൈവം നൽകുന്നുണ്ട്. അല്ല, ഞാൻ ആരോഗ്യ ദൃഢഗാത്രനാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. അല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഫ്ലോറിൽ വിളിച്ചതിന് പ്രത്യേകിച്ച് ഇക്കയോട്. ഫ്ലോർ മാത്രമല്ല, പരിപാടിക്കും വിളിക്കണം. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരുടെയും കൂടെ ഉണ്ടല്ലോ. അടുത്ത ഒരു പെർഫോമൻസോട് കൂടിയേ ഇത് അവസാനിക്കുകയുള്ളൂ. എന്തായാലും റജി ഇത്രയും വന്ന് പെർഫോം ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ദാസേട്ടന്റെ ശബ്ദത്തിൽ പാട്ടൂടെ പാടിയിട്ടേ പോകാവുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് 2 വാക്കും കൂടി കേൾക്കാം. ശരി. സംഗീതം നമ്മുടെ മനസ്സിൽ ഈശ്വരൻ, ജഗദീശ്വരൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വരദാനാണ് സംഗീതം. അപ്പോൾ ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലെയാണ് ഓരോ മനുഷ്യരിലും ഈശ്വരൻ വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെറുതെ കലഹിക്കാതെ എല്ലാവരിലുമുള്ള ഈശ്വരൻ, ജഗദീശ്വരൻ ഒന്നാണെന്നുള്ള ആ വലിയ മഹത്വം നമ്മൾ എല്ലാവരിലും ഉണ്ടാവട്ടെ. ഇവിടെയുള്ള എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ഈശ്വരൻ, ജഗദീശ്വരൻ ഒരുപാട് നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരിവരാസനം വിശ്വമോഹനം ഹരിധീശ്വരം ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ബാബു, എന്താ കാണിക്കുന്നത്? ആരാണ് ഇയാൾ തല്ലിയത്? ഞാനാ തല്ലിയത്. ചേട്ടൻ എന്തിനാ തല്ലിയത്? എന്തിനാ തല്ലിയെന്നോ? വിസ്മയ അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവേർഡ് ബൈ കവലയുടെ പുതിയ അത് ഞങ്ങൾ അറിയണം. നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. മുടയാണ് നമ്മൾ മുട തന്നെ. അയ്യോ അല്ല, ഒന്നുമില്ല, ഇനി കട്ടി എടുക്കണം. അത് മതി, അത്രയും മതി.